പഠിക്കാൻ വിട്ടപ്പം മനക്കലെ മാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ. ഹലോ അഞ്ചു പറയടാ. എടി പിന്നെ +2 ജയിച്ചാ നിന്റെ അച്ഛൻ നിനക്ക് എന്തോ മേടിച്ചു തരാന്ന് പറഞ്ഞു. സ്വർണ്ണ കൊലുസ്. സ്വർണ്ണ കൊലുസ്? എന്തുവാ? എന്റെ അച്ഛൻ ജയിച്ചാലേ എന്താ മേടിച്ചു തരാന്ന് പറഞ്ഞതറിയാമോ? എന്തുവായിരുന്നു? ബുള്ളറ്റ്. ഓ പിന്നെ അതിന് നീ +2 ജയിച്ചില്ലല്ലോ. +2 ജയിച്ചില്ല, പക്ഷെ ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞു +2 എനിക്ക് ഫുൾ A+ കിട്ടിയെന്ന്. 10 A+ കിട്ടിയെന്നാ ഞാൻ പറഞ്ഞേക്കുന്നേ. എത്ര A+? 10 എണ്ണം. എടാ +2 എവിടെ നടാ 10 എണ്ണം? 10 വിഷയം ഉണ്ടോ? 10 വിഷയം ഇല്ലേ? ഇല്ല. അയ്യോ 10 വിഷയം പിന്നെ എവിടെ ഉണ്ടല്ലത്? എടാ അത് 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിലാണല്ലേ 10 എണ്ണം. സ്കൂളിലൊക്കെ പോയാലല്ലേ നമ്മൾ ഇതൊക്കെ അറിയാം. എപ്പോഴും കറങ്ങി അടിച്ചൊക്കെ നടക്കുവല്ലേ. എന്നിട്ട് നിന്റെ അച്ഛനത് വിശ്വസിച്ചോടാ? പിന്നെ പച്ചവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവക്കാട ജ്യൂസ് എന്ന് പറഞ്ഞ് മേടിച്ചു കുടിക്കണം മനുഷ്യനാണ് അയാൾ. അതൊക്കെ അങ്ങ് വിശ്വസിച്ചോടുവന്നേ. നന്നായി, നിന്റെ അല്ലേ അച്ഛൻ. 2 ദിവസം കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് ബുള്ളറ്റ് ഒക്കെ മേടിച്ചു തരും. അതുകൊണ്ട് വണ്ടിയും കൊണ്ടുവന്നാൽ തേക്കടി വരെയൊക്കെ ഒന്ന് പോയിട്ട് വരായിരുന്നു. ഹലോ ഹലോ തേക്കടി എന്ന് പറഞ്ഞ അപ്പം അങ്ങ് വെച്ചിട്ട് പോകും. കൊച്ചു കള്ളങ്ങളൊക്കെ അങ്ങ് പറയാറുണ്ട്. ഇടയ്ക്ക് അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. ആ അച്ഛനെ വിളിച്ചായിരുന്നു. പുള്ളി പറഞ്ഞു വരൂല, എന്നെ ചീത്തയൊക്കെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയതാണ്. ഇങ്ങനെ കൊച്ചു കള്ളങ്ങൾ. ആ ഒരുത്തി കള്ളിക്കാട്ടിൽ മുള്ളു പോലെ ഒരുത്തി. എന്താണ് ഇവിടെ കിടന്ന് പിച്ചുമയും പറയണത്? പിച്ചുമയല്ല, പിന്നെ ഞാൻ പാസ്സായ കാര്യങ്ങൾ പറയൂലായിരുന്നോ? എന്റെ പൊന്ന് ചൂണ്ടിക്കൽ ഭഗവതി, ഞാൻ കൊണ്ടുവച്ചിരുന്ന സാധനം മൊത്തം ഈ ചെറുക്കെടുത്ത് അടിച്ചെന്ന് തോന്നുന്നു. ഇതാണ് ടൗണിൽ വിട്ട് പഠിപ്പിച്ചുള്ള കുഴപ്പം. മൊത്തം തടിച്ചടാ. എന്തു വെച്ചാ പറയണേ? നീ പിന്നെ അടിച്ച് പൂസായിക്കണെന്ന് പറഞ്ഞു. പൂസായ നല്ല പാസ്സായ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണെന്ന്. അതൊക്കെ എന്തിനാ പറഞ്ഞു കേൾപ്പിക്കുന്നത്? ഞാൻ കാണിച്ചു കൊടുക്കാം. കാണ്. ദൈവമേ, ഫ്ലെക്സ് ഒക്കെ അടിച്ചോണ്ട് വന്നേക്കുന്നു. അച്ഛാ, ഇതിനൊക്കെ ഭയങ്കര പൈസ ആയി കാണത്തില്ലേ? ഇതൊന്നല്ലടാ, 40 എണ്ണം ഈ പഞ്ചായത്തിൽ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. 40 എണ്ണമോ? ഈ 40 എണ്ണം പോരെ, എന്നാ 60 എണ്ണം വെക്കാം. 60 എണ്ണം ഒന്നും വേണ്ട. അല്ല, ഇത് ഫ്ലെക്സ് അടിക്കാൻ ചെന്നിട്ട് ആരും ഒന്നും പറഞ്ഞില്ലേ? അവിടെ ഒരു ബംഗാളി അല്ലേ ഉണ്ടായിരുന്നത്? ആണോ? ഓ, അതുകൊണ്ട് ഈ 10 A+ ഒക്കെ അങ്ങനെ അങ്ങ് ഇരുന്നല്ലേ? ഇരിക്കട്ടെ. ഞാൻ നമ്മുടെ വയലിലെ മോളി ഒന്ന് വിളിക്കട്ടെ. വയലില് മോളിയല്ലോ, ചളിയല്ലേ? അതല്ല ചെളി. പിന്നെ നീ ഇപ്പം പറഞ്ഞതാണ് ചെളി. അതല്ല. ഇനി വാ തുറന്ന് ആവശ്യമില്ലാത്ത ചെളി വെളിയിൽ തുപ്പരുത്. അല്ല, ഈ മോളി ആരച്ചാ? അയ്യോ, എന്റെ മോന് മോളി അറിയത്തില്ലല്ലോ. അച്ഛന്റെ പഴയ ലൈൻ. അതൊക്കെ പറയണം. ഞാൻ ഈ മോളിയെ വിളിച്ച് പറയട്ടെ. അവളെന്നെ തേച്ചതല്ലേ. എന്നെ കെട്ടിയിരുന്നെങ്കിൽ +2 ഫുൾ A+ നേടിയ ഒരു മോനെ ചുളുവിനെ കിട്ടുമായിരുന്നെന്ന് അവൾ അറിയണം. സൈഡ് വാര എന്റെ പേരും പറഞ്ഞ് ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമമാണല്ലേ? ഇതൊന്നും നടക്കൂല. എന്താണോ നീ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഒരു അച്ഛന്റെ മുഖത്തൊക്കെ ഇങ്ങനെയാണ് പറയണത്? അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? എന്റെ അമ്മ പോയതിനു ശേഷം അച്ഛൻ എപ്പോഴും എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കും. അയ്യോ, ഇവൻ പറഞ്ഞേട്ടാ തോന്നി ഇവന്റെ അമ്മ മരിച്ചു പോയെന്ന്. തുണി വിൽക്കാൻ വന്ന അണ്ണാച്ചിരോട്ടത്ത് പോയ കാര്യമാണ് ഇവൻ പറയുന്നത്. അല്ല, എന്തായാലും അമ്മയ്ക്ക് അവിടെ സുഖജീവിതമല്ലേ. ഞാനും അങ്ങ് അമ്മയുടെ കൂടെ പാമ്പ് പോവാ. നീ പോവടാ. നീ നിന്റെ അമ്മയെ പോലെ ഉടായ്പാണ്. ഉടായ്പ് ഞാനല്ല, അച്ഛനാണ് ഉടായ്പ്. ഞാൻ എന്ത് ഉടായ്പ് കാണിച്ചത്? ഒരു 3:30 ആകുമ്പോ ആ കുളിക്കട വിധി അച്ഛൻ ചെല്ലും. ദേഹം മൊത്തം സോപ്പോതായിട്ട് ഇറങ്ങി അങ്ങ് നിൽക്കും. പെണ്ണുങ്ങൾ ആരാണെന്ന് വെച്ചാൽ പറയണേ തവള മുട്ടയെന്ന്. അന്ന് കണ്ണില് മണ്ണ് മാറി ഇട്ടപ്പോ ഈ തവള മുട്ട ഇപ്പൊ പോകാറില്ലേ? ഞാൻ മോനാണെന്ന് നോക്കത്തില്ല. അച്ഛൻ ഞാൻ പറയണ കേക്കച്ഛ. ഞാൻ ഈ പഞ്ചായത്ത് എല്ലാവരും അറിയിക്കട്ടെ. ഇത് ഇതെല്ലാരും സന്തോഷമുള്ള കാര്യം. സന്തോഷമല്ല, ഞാൻ പറയണ കേക്ക്. ഈ +2 ഇത്രയും A+ കിട്ടിയാലും നമ്മള് രണ്ടുപേരും അറിഞ്ഞാ മതി. അതെന്തങ്ങനെ? അത് പുറത്തൊക്കെ വെച്ച് എല്ലാം കൂടോത്ര ടീമുകളല്ലയോ? കൂടോത്രമൊക്കെ എന്റെ ഭാവി പോവെന്ന് കണ്ടു നോക്കിയല്ലേ. പിന്നെ അച്ഛൻ എന്തോ എനിക്ക് ബുള്ളറ്റ് മേടിച്ച് തരുമല്ലോ. അത് അച്ഛന്റെ പിറന്നാളിന് മേടിച്ചു തന്നെ ആൾക്കാരടുത്ത് പറഞ്ഞാൽ മതി. ഈ ഫ്ലെക്സ് ഒന്നും വേണ്ടെന്ന്. വേണ്ട. പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇതെടുത്തോണ്ട് ഈ ബാത്റൂമിന്റെ അടപ്പാറ്റി വെക്കാം. എന്തിനാ? അതാകുമ്പോ എനിക്ക് കണ്ടിരിക്കല്ലേ. കാണാൻ പറ്റിയ സാധനം തന്നെ കൊണ്ടുപോകും. ദൈവമേ, ഒരു കള്ളം മറക്കാൻ എന്തൊക്കെ കള്ളം പറയണം. പാവം അച്ഛൻ അതെല്ലാം അങ്ങ് വിശ്വസിച്ച്. വീരാ ഉണ്ണിക്കുട്ട, ധീരതയോടെ ജയിച്ചോളൂ. ലക്ഷം പിന്നാലെ. ഇതെവിടെ പോണം? മോൻ ഇങ്ങോട്ട് വന്നാ എന്തുവാ? ഇവൻ പണ്ടേ പറ്റേ വെട്ടുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ താടി എടുത്താൽ മതി. മുടിവെട്ടാൻ വന്നല്ലേ? മുടിവെട്ടാൻ വന്നേ. ഞാൻ ഇവിടുത്തെ മെമ്പറല്ലേ? മെമ്പറോ? എന്റെ വാർഡില് എല്ലാ വിഷയത്തിലും A+ വാങ്ങിയൊരു മിടുക്കനായ കുട്ടം വരുമ്പോൾ ഞാൻ വന്ന് അവനെ അനുമോദിക്കണ്ടേ? ഇത് ആര് പറഞ്ഞു +2? എന്റെ അച്ഛൻ പറഞ്ഞു. ആരെടുത്ത് ചോദിച്ചു പോയി പറഞ്ഞത്? ഫ്ലക്സ് അടിക്കാൻ പോയപ്പോ വെറുതെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ പോകാൻ പറ്റില്ല. മോനിങ് വന്നാണ്. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ്. ഉദാഹരണത്തിന് ഞാൻ തന്നെ 8ാം ക്ലാസ് തോറ്റവനാണ്. ഇപ്പൊ അതിലെ മെമ്പർ ആയില്ലേ? അതേപോലെ നീ ഇതെന്തോന്ന് 10 A+? 10 A+? ഒരു 20 A+ വാങ്ങണ്ടേ? 20? എന്റെ പാർട്ടിക്ക് ഒരു ബലം വേണ്ടേ? സാമ്പാർ വെച്ചുപോയി,
ഇല്ലെങ്കിൽ എടുത്തിടായിരുന്നു കിഴങ്ങിന് പകരം. ഇങ്ങനെ മെമ്പറായി ആരാക്കി? അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഇനി മുതൽ ഇവൻ നിങ്ങളുടെ മോനല്ല. എന്റെ മോനല്ലേ? അയ്യോ. എനിക്ക് പണ്ടേ അവളെ സംശയം ഉണ്ടായി. എന്റെ ആഹാ, വിജയിച്ചെന്ന് കേട്ടപ്പോ അച്ഛഞ്ഞ് വന്നല്ലേ? അയ്യോ, അതല്ലെന്നും ഈ പഞ്ചായത്തിന്റെ മോനാണ്. അങ്ങനെ അതുകൊണ്ട് ഇവൻ ഈ പഞ്ചായത്ത് ദത്ത് എടുക്കാൻ പോവുകയാണ്. അയ്യോ അതൊന്നും ആവശ്യമില്ല, പോവാൻ പറച്ച. എടാ, വൈകുന്നേരം ഒരു സമ്മേളനം നീ വന്നേ പറ്റുള്ളൂ. അതെന്തിന് പറഞ്ഞു? ഞാൻ ഇവനെ കൊണ്ടുപോകും. പറ്റത്തില്ല. ഒരു സമ്മേളനം ഇവനെ കൊണ്ടുപോകും. വിട്ടുതരത്തില്ല. അതെന്ത് വിട്ടുതരാത്ത? തരത്തില്ലാന്ന്. അതെന്ത് വിട്ടുതരാത്ത? ഒരു കക്കൂസിന്റെ ലോണിന് വേണ്ടിട്ട് തേരാ പാര ഒരു 10-16 പ്രാവശ്യം ഞാൻ ആ പഞ്ചായത്തിൽ കയറി കിടന്നോ. ആ. എനിക്ക് ഈ കക്കൂസിന്റെ ലോൺ തന്നോ മെമ്പർ? അതിന് പകരമല്ലേ കോഴിക്കോടും 10 കോഴിയും തന്നത്. രാവിലെ കഴിച്ചൊരു വീടിയും വലിച്ചു ഞാൻ ആ കോഴിക്കൂട്ടിനകത്ത് കയറി ഇരുന്നാ മതിയോ? അത് വിട്. മോർണിംഗ് വന്നാണ്. ഒന്നുമില്ല. മോർണിംഗ് വന്നാണ്. ഇനിയിപ്പോ ഇവൻ പഠിച്ചു വളർന്ന് വലിയ ആളാവുമ്പോഴത്തേക്ക് കക്കോസ്, ബംഗ്ലാവ്, കാറ് എല്ലാം സെറ്റപ്പ് പോകുമല്ലോ. എനിക്ക് വലിയ ആളാവണം. മോൻ ആരാവണം? അതെ, എനിക്ക് ഒരു SI ആവണം. എന്റെ കുടുംബത്തിലൊരു SI. അണ്ണന്റെ കുടുംബത്തിൽ ഒരു SI അതെ. നമ്മൾ ഇവിടുത്തെ സ്റ്റേഷനിൽ ഒരു SI വന്നത് അതെ. മെമ്പറായി എനിക്ക് നെളിഞ്ഞൊക്കെ നിൽക്കണ്ടേ? അഭിമാനം. നിനക്ക് വേണ്ടി ഞാൻ ടൗണിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? മന്ത്രിയെ വിളിക്കാം. മന്ത്രി പാർട്ടി ഓഫീസല്ലേ? എടാ, നമ്മുടെ ഉണ്ണിക്കുട്ടൻ അവൻ +2 ജയിച്ചില്ലേ? അപ്പൊ നമുക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി ജംഗ്ഷനിൽ വലിയൊരു സ്റ്റേജ് വേണം. സ്റ്റേജാ? വേണ്ട. വേണം. പിന്നെ ഒരു 1000 പേര് വരത്തില്ലേ? ഒരു 1000 കസേര വേണം. 1000 കസേരെ വേണം. വേണോ? വേണ്ട. വേണം. പിന്നെ ഒരു 3 ഫുള്ള്. 3 ഫുള്ള്? ആ, അത് വേണം. എനിക്കാ? നിനക്കല്ലേ? എനിക്ക് മനസ്സിലായി. നീ അങ്ങനെ കൂച്ചല്ല കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അണികളൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. അവരുടെ അടുത്ത് തോരണം കെട്ടാനും ഫ്ലക്സ് വെക്കാനുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ. കാര്യങ്ങൾ എടോ അറിയട്ടെടാ, എല്ലാരും അറിയട്ടെ. ഇത് എല്ലായിടത്തും പറ. ഇത് ഇനി മേലെ വേറെ അച്ഛൻ വേറെ ആർക്കൊന്നും പറയരുത്. ഞാൻ പറഞ്ഞേക്കാം. ഇതൊക്കെ കോള് പറഞ്ഞു. ഇളക്കി കളഞ്ഞാലോ? വേണ്ട. ഹലോ. ഓ ഉണ്ണിക്കുട്ടാ, ആ. ഏത് ബന്ധു വെച്ചാ വിളിച്ചേ? നിന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാ വിളിച്ചത്. അമ്മച്ചിയെ എന്തോ പറഞ്ഞു? എടാ, നീ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലടാ പട്ടി. എന്നെ ഇന്ന് കൊല്ലുവടാ. 10 വർഷം കൊണ്ട് 100% വിജയം കൊയ്തോണ്ടിരുന്ന സ്കൂളാ. ഇവ ഒറ്റ ഒരുത്തം കാരണം 90%. നീ തോറ്റല്ലേടാ? ഞാൻ എങ്ങനെയാ ഇനി ഈ നാട്ടുകാരെ മുഖത്ത് നോക്കൂ? അതാണോ അച്ഛന്റെ പ്രശ്നം? ഇങ്ങനെ അങ്ങ് നോക്കിയാ മതി. ഞാൻ ഇവരടുത്തൊക്കെ എന്ത് പറയൂടാ? മലയാളം പറയൂ. ഞാൻ ജയിലിൽ പോകും. ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഇതന്നെ നിന്നെ കൊന്നിട്ട് എന്തിനാടാ? ഇതിന് കാരണക്കാരൻ ഞാനല്ലേ? ഞാൻ തൂങ്ങിച്ചാവോടാ. അയ്യോ, ഞാൻ എന്റെ ദൈവമേ, എരണക്കേടിന് വേണ്ടി എന്തൊക്കെ പറയേണ്ടി വന്നു. നിന്റെ കണ്ണു മുമ്പ് ഞാൻ തൂങ്ങിച്ചാവും. അച്ഛാ, ഒരു കാര്യം പറയാം. കള്ളം പറഞ്ഞ് ഞാനല്ലേ? ഞാൻ തൂങ്ങിച്ചാവാ. ഇല്ല, ഞാൻ തൂങ്ങിച്ചാവാ. ഞാൻ തൂങ്ങിച്ചാവും. ഞാനല്ലേ അച്ഛൻ്റെ അടുത്ത് കള്ളം പറഞ്ഞ് ഞാൻ തൂങ്ങിച്ചാവും. പറ്റത്തില്ല അച്ഛൻ, പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചാവും. കയറി വിട് അച്ഛൻ, ഞാൻ ചാവും. വിട്ടുകൊടുക്കല്ലേ? അച്ഛനാണെന്ന് നോക്കണ്ട, വലിച്ചു വിട്. വലിയ വടംവലി മത്സരമല്ല ഇത്. പിന്നെ ഞാൻ മരിക്കാൻ വേണ്ടിട്ട് കയറെടുത്താ തൂങ്ങിച്ചാവാൻ. എടാ, ഒരു A+ വാങ്ങി ജയിച്ചപ്പോ നീ മരിക്കാൻ പോകുന്ന? ആര് ജയിച്ചെന്ന്? ഇല്ലേ, ഇവ എല്ലാ വിഷയത്തിനും തോറ്റു മെമ്പറേ. തോറ്റാ? പിന്നെ ഇവൻ കള്ളം പറഞ്ഞല്ലേ? വല്ലാത്ത ചതീത്. എന്റെ സ്റ്റേജിന്റെ പൈസ പോയാ? പോയി. 1000 കസേരയുടെ പൈസ പോയാ? പോയി. 3 കുപ്പി എടുക്കാൻ കൊടുത്ത പൈസ അത് പോയല്ലോ. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഇവനാ. എടോ, ഇങ്ങോട്ട് ഇല്ല, ഞാൻ ബുള്ളറ്റ് മേടിച്ചു തരാന്ന് പറഞ്ഞോണ്ട് അച്ഛൻ എന്തോ ഇന്ന് കൊല്ലൂടാ. എന്നെ ഈ നാട്ടുകാർ മുമ്പ് നാണം കെടുത്തി. എനിക്കിനി ജീവിക്കണ്ട. നാണം കെടുത്തിയല്ലേ? എനിക്കൊരു ബുള്ളറ്റ് വേണമായിരുന്നു, അതുകൊണ്ടല്ലേ. മെമ്പർ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ പറയുന്നത് നിങ്ങൾ കേള്. ഇവന്റെ അമ്മ എന്റെ ഈ കയ്യിലേക്ക് അവനെ പ്രസവിച്ചിട്ടത്. അതിനുശേഷം ഞാൻ ഇവനെ തേനെ പാലെന്ന് പറഞ്ഞ വളർത്തി വലുതാക്കിയത്. അച്ഛൻ അങ്ങനെയാണെങ്കിൽ വല്ല ഹോം നേഴ്സ് ആയിട്ട് പോകൂടായിരുന്നു. അമ്മ വേണ്ടായിരുന്നു. അത് 17 വർഷം മുമ്പ് ആലോചിക്കണമായിരുന്നു. തല്ലിയത് വേണ്ടായിരുന്നു. അങ്ങനെ അല്ല, ഇനി തല്ലല്ലേ. ഞാൻ പറയുന്നത് കേള്. പോയി ചാവടാ. വാ. അവൻ തോറ്റതിന് ജയിച്ചെന്നൊരു കള്ളവല്ലേ പറഞ്ഞോളൂ, അല്ലാതെ ആത്മഹത്യ ചെയ്യാനൊന്നും പോയില്ലല്ലോ. എന്നാലും അങ്ങനെയാണോ ഇത്? എന്റെ അണ്ണ, ഈ തോൽവികൾ ഏറ്റുവാങ്ങിയവരെ ജയിച്ചിട്ടുള്ളൂ.
ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയവരാണ് ഇപ്പൊ മഹാന്മാരായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അവനെ അടിക്കെ പിടിക്കുകയൊന്നും ചെയ്യേണ്ട. അടുത്ത വർഷം അവൻ പരീക്ഷ എഴുതി പാസ്സായിക്കോളും. പാസ്സാവൂല മോനെ? അവൻ പാസ്സാവും എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തോറ്റ മഹാനോടൊപ്പം. ഏത് മഹാനോടൊപ്പം? ഈ മഹാനോടൊപ്പം. അപ്പൊ ഞാൻ ഫണ്ടിൽ നിന്ന് എടുത്ത കാശ് അത് പോയല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.